കൂട്ടുകാരെ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന ബൈബിൾ വാക്യത്തെ തന്റെ ജീവിതത്തിലെ മുഖമുദ്രയാക്കിയ ദേവദാസി എന്ന പേരിന് അർഹയായി തീർന്ന ഒരു സന്യാസിനി. അതെ, ഇന്നും നാം സ്മരിക്കുന്നത് വിശ്വാസത്തിന്റെ, വിനയത്തിന്റെ, സേവനത്തിന്റെ തായ മാതൃകയായ ദേവദാസി മേരി സെലിൻ സിസ്റ്റർ സിഎംസിയെ കുറിച്ചാണ്. ദൈവവിളി ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ പുണ്യവതി തന്റെ ജീവിതം മുഴുവൻ സ്വർഗീയ മണവാളന്റെ അടുക്കൽ എത്തുന്നതിനുള്ള മാർഗമായി കണ്ട് ദൈവസേവനത്തിനും മനുഷ്യ സേവനത്തിനുമായി സമർപ്പിച്ച സന്യാസിനിയായിരുന്നു സിസ്റ്റർ. 1906 ഡിസംബർ 10 ഔസേപ്പിന്റെയും കൊച്ചമറിയത്തിന്റെയും 6ാമത്തെ കൺമണിയായി ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ ആത്മീയതയിലും പ്രാർത്ഥനയിലും ജീവിതം സമർപ്പിച്ചവൾ ദൈവം ദാനമായി നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളും മറ്റുള്ളവർക്കായി ഉപയോഗിക്കണമെന്ന ആഗ്രഹമാണ് സിസ്റ്റർ മേരി സെലിനെ സിഎംസി സഭയിലേക്ക് ചേർക്കാൻ പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും സിസ്റ്റർ നൽകിയ സേവനങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. ദരിദ്രർക്കും നിരാലംബർക്കും അത്താണിയായിരുന്നു സിസ്റ്റർ. സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിനയത്തിന്റെയും സേവനത്തിന്റെയും മാർഗം നമ്മെ പഠിപ്പിച്ച സന്യാസിനി ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല സിസ്റ്റർ ചെയ്തത്. മറിച്ച് സഹനത്തിന്റെ കൈപ്പുനീർ മട്ടോളം ഊറ്റിക്കുടിച്ച് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായും വിട്ടു നൽകി. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ സിസ്റ്റർ ഉത്തമ മാതൃകയായി മാറിയത്. ഈ പുണ്യ ജീവിതത്തെ സഭ എന്ന് ദേവദാസി എന്ന ബഹുമതി നൽകി ആദരിക്കുന്നു. തന്റെ 87 വയസ്സിൽ സ്വർഗീയ മണവാളന്റെ അടുക്കിലേക്ക് യാത്രയായ സിസ്റ്റർ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, സിസ്റ്റർ മേരി സെലിന് നമ്മോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സേവിക്കുക, ജീവിതം വിനയത്തോടെ നയിക്കുക. ഈ ജീവിത